ഇതിൽ 2 ഡയമെൻഷണൽ അറേ ആണ് നോക്കുന്നത്. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് അതെങ്ങനെ കാണിക്കുക എന്നുള്ളതും പിന്നെ ഈ 2 ഡയമെൻഷണൽ അറേ ജാവയിൽ എങ്ങനെയാണെന്നും പിന്നെ മറ്റ് C++ ഇതിലൊക്കെ എങ്ങനെയായിരിക്കും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും. ഇപ്പോൾ 2D അറേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റോയും കോളുമായിട്ട് ഇങ്ങനെ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാന്ന് കരുതും. അപ്പോൾ ഇവിടെ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് 3 കോളും 4 റോയും ഉള്ളൊരു 2 ഡയമെൻഷണൽ അരയാണിത്. അപ്പോൾ ഈ 2 ഡയമെൻഷനിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അരേ 0 എന്ന് പറയുന്നതാണ്. അവസാനത്തേതോ 3 2. അപ്പോൾ ഈ A32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A32 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർത്ത് റോയും 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് കോളമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 2 ഡയമെൻഷണൽ അരയിൽ നമ്മൾ ഓരോ എലമെൻറ്റ് വായിക്കേണ്ടത്. ഈ 2 ഡയമെൻഷണൽ അരയിൽ 2 രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതായത് റോ മേജർ റെപ്രസെൻറ്റേഷനും കോളം മേജർ റെപ്രസെൻറ്റേഷനും. റോ മേജർ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ റോയിലുള്ളത് എഴുതുന്നു, പിന്നെ അടുത്ത റോയിലുള്ളത് എഴുതുന്നു, പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ലൈനായിട്ട് എഴുതുന്നതിനാണ് റോ മേജർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. കോളം മേജർ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കോൾ എഴുതുന്നു, പിന്നെ അത് എഴുതുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡ് കോൾ എഴുതുന്നു, തേർഡ് കോൾ എഴുതുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു ലൈനായിട്ടായിരിക്കും സംഖ്യകൾ എഴുതിയിരിക്കുന്നത്. അതിന് കോളം മേജർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഈ സ്ലൈഡിൽ നമ്മൾ റോ മേജർ റെപ്രസെൻറ്റേഷനിൽ അതായത് ബേസ് അഡ്രസ്സ് കണ്ടുപിടിക്കുകയാണ്. ഓരോ എലമെൻറ്റിൻ്റെയും ബേസ് അഡ്രസ്സ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ അഡ്രസ് ഓഫ് A21 എന്ന് വെച്ച് കഴിഞ്ഞാൽ A2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് റോയാണ്. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളാണ്. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2+1 2+1 എന്ന് വെച്ചാൽ 3 ഏതായിരിക്കും? 3+2 3 2 8 അല്ലേ? അത് 3യും 2 തേർഡ് റോ സെക്കൻഡ് കോൾ 8 ആണ്. അപ്പോൾ ഈ 8ൻ്റെ ബേസ് അഡ്രസ്സാണ് എടുക്കുന്നത്. ബേസ് അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയാണ്, ഏത് അഡ്രസ് ലൊക്കേഷനിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കണം. ഇപ്പോൾ ഇതിൽ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് 2000 ആണെന്ന് 2000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2000. പിന്നെ അത് മാത്രമല്ല ഒരു ഇൻറ്റീജർ സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണെന്ന് കരുതാം. 4 ബൈറ്റ്സ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മളൊരു എലമെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. ബേസ് അഡ്രസ് പ്ലസ് സൈസ് ഓഫ് എൻ എലമെൻറ്റ് ഇൻറ്റു സൈസ് ഓഫ് എലമെൻറ്റ് ഇൻറ്റു റോ ഇൻഡെക്സ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് പ്ലസ് കോളം ഇൻഡെക്സ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇതാ ബേസ് അഡ്രസ് ചെയ്താൽ 2000. സൈസ് ഓഫ് എലമെൻറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ 4 ആണ്. ഇതിലിപ്പോൾ കണ്ടില്ലേ 4 എന്ന് എഴുതിയിരിക്കുന്നത് 4 ബൈറ്റ്സ്. സൈസ് ഓഫ് ഇൻറ്റീജർ ഈസ് 4 ബൈറ്റ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോ ഇൻഡെക്സ് പ്ലസ് നമ്പർ ഓഫ് കോളം ഇൻഡെക്സ് 2 × 3 പ്ലസ് കോളം ഇൻഡെക്സ് എത്രയാണ്? 1. അപ്പോൾ ഇതെടുത്ത് നോക്കുമ്പോൾ നമ്മൾ 2028 എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സ് കിട്ടും. 2028 എന്ന് പറഞ്ഞ അഡ്രസ്സ് കിട്ടും. ഇങ്ങനെയാണ് റോ മേജർ റെപ്രസെൻറ്റേഷനിൽ ബേസ് അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ കോളം മേജർ റെപ്രസെൻറ്റേഷനിൽ ബേസ് അഡ്രസ്സ് കണ്ടുപിടിക്കുന്നതിന് സെയിം പ്രിൻസിപ്പിൾ തന്നെ ഉപയോഗിക്കുന്നു. പക്ഷേ ഇതിൽ ആദ്യം തന്നെ എന്താ പറയുക, ബേസ് അഡ്രസ്സ് പ്ലസ് സൈസ് ഓഫ് എൻ എലമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോളം ഇൻഡെക്സ് ഇൻറ്റു നമ്പർ ഓഫ് റോസ് പ്ലസ് റോ ഇൻഡെക്സ്. നേരത്തെ നിന്ന് നേരത്തെ എന്ന് വെച്ചാൽ റോ മേജർ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ റോ ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ഇൻറ്റു കോളം ഇൻഡെക്സ് ആണെങ്കിൽ ഇവിടെ വ്യത്യാസം എന്താണ്? കോളം ഇൻഡെക്സ് ഇൻറ്റു നമ്പർ ഓഫ് റോസ് പ്ലസ് റോ ഇൻഡെക്സ്. അപ്പോൾ ഇത് മാത്രമാണ് ഇതിലുള്ളൊരു വ്യത്യാസം. ഈ സൈഡിൽ നമ്മൾ ഒരു നമ്പർ ഓഫ് റോസ് 4ഉം കോളം 5 ഉള്ളതിൽ ബേസ് അഡ്രസ് 5000 ആണ്. ഒരു സൈസ് ഓഫ് അറേ 1 ബൈറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ റോ മേജർ റെപ്രസെൻറ്റേഷനിൽ B43 കാണുന്നു, കോളം മേജർ റെപ്രസെൻറ്റേഷനിൽ B43 കാണുന്നു. അപ്പോൾ ബേസ് അഡ്രസ് പ്ലസ് സൈസ് ഓഫ് എൻ അറേ ഇൻറ്റു റോയാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ റോ നമ്പർ ഓഫ് റോസ് ഇൻറ്റു പിന്നെ കോളം നമ്പർ ഓഫ് കോളംസ് പ്ലസ് കോളം ഇൻഡെക്സ് ഈക്വൽ ടു 5023. അതുപോലെ കോളം മേജർ ആണെങ്കിൽ 5000 ഇൻറ്റു സൈസ് ഓഫ് അറേ അത് ടു ഇൻറ്റു കോളം നമ്പർ ഓഫ് കോളംസ് ഇൻറ്റു നമ്പർ ഓഫ് റോ പ്ലസ് കോളം ഇൻഡെക്സ് ഈക്വൽ ടു 5016. അപ്പോൾ ഇതാണ് 2D അറേ അഡ്രസ് കാൽക്കുലേഷൻ്റെ ഒരു ഉദാഹരണം. നമ്മുടെ ഒരു ഭാഷയിൽ C++ റോ മേജർ റെപ്രസെൻറ്റേഷൻ ആണ്. മെത്ലാബിൽ കോളം മേജർ റെപ്രസെൻറ്റേഷൻ ആണ്. പിന്നെ നമ്മൾ 2D അറേ നമ്മൾ 2 ഡയമെൻഷണൽ അറേ ജാവയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2D അറേ ഓഫ് അറേ ഇൻ ജാവ എന്ന് പറയും. അതായത് ഇത് റോ മേജർ എന്താ പറയുക, റോ മേജറോ കോളം മേജർ റെപ്രസെൻറ്റേഷനോ അത് ഫോളോ ചെയ്യുന്നില്ല. ഇൻറ്റീജർ അറേ ഈക്വൽ ടു ന്യൂ ഇൻറ്റീജർ 2 3 ഡിഫൈൻ ചെയ്യുന്നത് 2D അറേ വിത്ത് 2 റോസ് ആൻഡ് 3 കോളംസ് എന്നാണ്. ഇത് 2 ഡയമെൻഷണൽ അറേ ജാവയിലുള്ള സിൻടാക്സ് ആണ്. വേറെ മറ്റൊരു 2 ഡയമെൻഷണൽ അറേയിൽ തന്നെ വേറൊരു അറേ ജാവയിൽ ജഗ്ഡ് അറേ എന്ന് പറയും. അതായത് ഓരോ റോയിലും വ്യത്യസ്തമായിട്ട് അതായത് വ്യത്യസ്ത ലെങ്ത്തിലായിരിക്കും, വ്യത്യസ്തമായ കോളങ്ങളിലായിരിക്കും എലമെൻറ്റ്സ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിൽ ഇൻ്റെ ജെ അറേ ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റീജർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 കോളംസ് ഉണ്ടാവും. ഫസ്റ്റത്തേൽ ജെ അറേ 0ൽ 2 റോസ് ഉണ്ടെന്നാണ് ഡിഫൈൻ അറേ വിത്ത് 2 പിന്നെ ജെ അറേ 0 ന്യൂ ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് 3 ആയിരിക്കും. അറേയുടെ സൈസ് ജെ അറേ 1 ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അറേ സൈസ് 5 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ
ടു 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 ഡി ടു ഡയമെൻഷണൽ അറേ എന്താണെന്ന് പഠിച്ചു. പിന്നെ അറേ റെപ്രസെൻറ്റേഷനിൽ റോ മേജർ റെപ്രസെൻറ്റേഷനും കോളം മേജർ റെപ്രസെൻറ്റേഷനും എന്താ പഠിച്ചു. ബേസ് അഡ്രസ്സ് കണ്ടുപിടിക്കുന്ന ഓരോ എലമെൻറ്റിൽ ബേസ് അഡ്രസ്സ് കണ്ടുപിടിക്കുന്ന ഓരോ റെപ്രസെൻറ്റേഷൻ ബേസ് അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു പഠിച്ചു. പിന്നെ ജാവയിൽ എങ്ങനെയാണ് ഈ അറേ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കിയായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ചത്.